السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും തഖ്വയുള്ളവരായി ജീവിക്കണമെന്നും ഇഖ്ലാസുള്ളവരായി ജീവിക്കണമെന്നും ആദ്യം സ്വന്തത്തെ തുടർന്ന് ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ വിശ്വാസിനികളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. യഥാർത്ഥ ദീനെന്ത് എന്ന് പഠിക്കുവാൻ, ആ പഠിച്ച ജീവിതത്തിൽ പകർത്തുവാൻ, അതൊക്കെ പരലോകത്ത് ഉപകാരപ്പെടുവാൻ, ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം പവിത്രമാക്കിയ 4 മാസങ്ങൾ, ആ ഒരു പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ദുൽഹിജ്ജയുടെ അവസാനത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഈ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്തിയ ആളുകളുണ്ടാകും. 10 ദിനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സൂചിപ്പിച്ച മനസ്സിലാക്കിയ നമ്മൾ അറഫ ദിവസത്തെ ഉപയോഗപ്പെടുത്തിയ നമ്മൾ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പ്രത്യേകം സമയങ്ങളിൽപ്പെട്ട ദിവസം എന്നൊക്കെ നിലക്ക് ആ ദിവസങ്ങളെ, ഈദിനെ, അയ്യാമുൽ തശ്രീഖിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ആ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലുകളിൽ ഈ മഹല്ലിൽ നിന്നുള്ളവർ, എനിക്കറിയാവുന്ന 2 ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജ് കർമ്മം
മഖബൂലും മബ്റൂറുമായി അവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അത്തരം ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, മഹല്ലുകളിൽ നിന്ന്, പരിചയക്കാരിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പറയുന്ന, യാത്ര ചോദിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അവരോട് പല കാര്യങ്ങളും, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന പ്രയാസങ്ങളുണ്ട്, നമ്മൾ പറയാറുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവരോട് ഏൽപ്പിച്ചിട്ടുള്ള ആ ദുആ, ആ പ്രാർത്ഥന, ആ ആവശ്യം, ഹലാലായ ആവശ്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അതൊക്കെ നമുക്ക് നിറവേറ്റി അവരുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ സദുദ്ദേശങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, ലക്ഷങ്ങൾ മുടക്കി ഹജ്ജ് കർമ്മത്തിനായി തൗഫീഖ് ലഭിച്ചവർ, ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവരെന്താ ചെയ്യുന്നത്? ഒരൊറ്റ വസ്ത്രത്തിൽ, അടിവസ്ത്രം പോലും ഇല്ലാതെ പ്രവാചകൻ പഠിപ്പിച്ച ആ രൂപത്തിൽ ഹജ്ജ് കർമ്മം ചെയ്യും. കിലോമീറ്ററുകളോളം നടക്കും, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. അതിൻ്റെതായ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. വിജനമായ പ്രദേശത്ത് മരുഭൂമിയിൽ കിടക്കും, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാൽ നിവർത്തി, അല്ലേ, വീട്ടിൽ കിടക്കുന്ന സുഖസൗകര്യങ്ങളോട് കൂടി കിടക്കാനുള്ള ഒരു സൗകര്യവും ആ ഹജ്ജിന്റെ സമയത്ത് ഹാജിമാർക്ക് ലഭിക്കുന്നില്ല. എന്തിനാണ് ഈ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ആ ഹജ്ജിൻ്റെതായ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ അതൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി, അല്ലേ, വീട്ടിൽ ശീതീകരിച്ച വെള്ളമുണ്ടാകും, മറ്റു സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ മാറ്റി നിർത്തി റബ്ബിന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരെങ്കിലും കൃത്യമായിട്ട് അനാവശ്യ സംസാരങ്ങളിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്നൊക്കെ മാറി നിന്ന് ഞാൻ പഠിപ്പിച്ച രൂപത്തിൽ നല്ല ഇഖ്ലാസോട് കൂടി ആരെങ്കിലും ഹജ്ജ് കർമ്മം ചെയ്താൽ അവന്റെ ഹജ്ജ് കർമ്മത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു ഉമ്മ പെറ്റ കുട്ടിയെ പോലെ പാപങ്ങളൊക്കെ കഴുകി വൃത്തിയായി നല്ലൊരു മനുഷ്യനായി, അല്ലേ, അവൻ തിരിച്ചു വരികയാണ്. സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഇത്തരത്തിൽ ഈ ഒരു ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ഹാജിമാരൊക്കെ വന്നുകൊണ്ടിരിക്കും. അവർ അവരുടെ ആ സന്ദേശവുമായി കൊണ്ട് ഈ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറുമ്പോൾ നമുക്കും പാപമോചനത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല പല അവസരങ്ങൾ നൽകുന്നുണ്ട്. ഇതൊന്നും അറിയാത്തവരുന്നു ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതാ, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ ഇത് ചെയ്താൽ എല്ലാ പാപങ്ങളും, ചെറിയ പാപങ്ങളൊക്കെ പുറത്ത് മാഫാക്കി തരും. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചില ചോദ്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ഉമ്മപ്പെട്ട കുട്ടിയെ പോലെയാണ്. കടലിലെ മലയോളം പാപങ്ങൾ ചെയ്താലും അതൊക്കെ പുറക്കുവാൻ ഈ കർമ്മം നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, നമുക്കൊക്കെ അറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രം ഉണർത്തുവാനാണ് സഹോദരന്മാരെ ഈ ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ് പള്ളിയിലേക്ക് നടന്നു വരിക. പള്ളിയിലേക്ക് നടന്നു വരിക എന്നുള്ളത് എന്തേ അതുകൊണ്ടുള്ള ഗുണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽമശ്യു അലൽ അഖ്ദാമി ഇലൽ ജമാഅ വഇസ്ബാഉൽ വുദൂഅ ഫിൽ മകാരി വമൻ ഫഅല ദാലിക ആശ ബിഖൈർ വമാത ബിഖൈർ വകാന മിൻ ഖതീഅതി കയൗമി വലദതു ഉമ്മു. ആരെങ്കിലും വുദൂ എടുത്ത് ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തിയ, ജമാഅത്തിന് പള്ളിയിലേക്ക് വുദൂ എടുത്തുകൊണ്ട് ആരെങ്കിലും ഹാജരായ അവർക്കുള്ള പ്രത്യേകത എന്താ? അവർക്ക് കിട്ടുന്ന ഓഫർ എന്താ? നേരത്തെ പറഞ്ഞതുപോലെ
കയൗമി വലത്തുമ്മഹു, അവന്റെ പാപങ്ങളൊക്കെ പുറത്ത്, അല്ലെ, ചെറുപാപങ്ങളൊക്കെ പുറത്ത് ഒരു ഉമ്മ പെറ്റ കുട്ടിയെ പോലെ അവൻ മാറും. ആര്? 5 നേരം നമ്മൾ പള്ളിയിൽ ജമാഅത്തിന് എത്തുന്നുണ്ടെങ്കിൽ, ഒന്നും എടുത്തിട്ടുണ്ട് നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, ഇതാ എന്റെ ഓരോ വക്തിന്റെ അടക്കമുള്ള എന്റെ പാപങ്ങളൊക്കെ റബ്ബ് ചെറുപാപങ്ങളൊക്കെ പുറത്തു തരാൻ തയ്യാറാക്കിയ ഒരു അവസരമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, പ്രിയ സഹോദരന്മാരെ, എത്ര കോരിച്ചൊരിയുന്ന മഴയും നമുക്ക് പ്രശ്നമില്ല, അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പള്ളിയുടെ കളക്ഷൻ വെക്കേണ്ട ദിവസമായിരുന്നു. പക്ഷെ അത് പറഞ്ഞത് ആളുകൾ കുറവായിരുന്നു. ആളുകൾ കുറവായിരുന്നു. സഹോദരൻ, നമ്മൾ ആലോചിച്ചു, നമുക്ക് എന്റെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ വയസ്സുണ്ടാവും. ഈ നിമിഷം വരെ ഓരോ പ്രായം ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ഒരുപാട് പാപങ്ങളുണ്ട്, തിന്മകളുണ്ട്. റബ്ബേ, ആ തിന്മകളൊക്കെ, ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കുവാനുള്ള ഒരു അവസരമായി നമ്മൾ മനസ്സിലാക്കിയാൽ, പ്രിയ സഹോദരന്മാർ, നമ്മൾ എത്ര പ്രയാസത്തിലാണെങ്കിലും, എത്ര ധൃതിയിലാണെങ്കിലും, എത്ര തിരക്കിലാണെങ്കിലും പള്ളിയിൽ നമുക്ക് എത്താൻ സാധിക്കും. കാരണം എന്താ? എന്റെ ചെറിയ പാപങ്ങൾ പൊറുക്കുവാൻ എന്റെ റബ്ബ് നിശ്ചയിച്ച ഒരു അവസരമാണെന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു അവസരത്തെ, പ്രിയ സഹോദരന്മാരെ, നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നമ്മൾ നമസ്കരിക്കുന്നവരാണ്. അത് ജമാഅത്തായി അതിന്റെ കൃത്യസമയത്ത് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, അല്ലേ, ഉളവെടുത്ത് വീട്ടിൽ നിന്ന് ഉളവെടുത്ത് നമ്മൾ ഇങ്ങോട്ടൊന്ന് വന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് ജമാഅത്തിൽ പങ്കെടുത്താൽ നിന്നുണ്ടാകും, നമുക്ക് ആ കൂലി ഇൻഷാഅല്ലാഹ് കിട്ടുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കഴുകി വൃത്തിയാക്കി പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു അവസരം എന്നുള്ളത്, വുളു എടുത്തതിന് ശേഷം 2 റക്അത്ത്. ഇതൊന്നും അറിയാത്തവരല്ല നമ്മൾ, ഇതൊന്നും അറിയാത്തവരല്ല. പ്രവാചകൻ പറഞ്ഞു, മൻ തവല്ലഅ നഹ്വ വുളുഇ ഹാദാ, ഞാൻ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും വുളു കൃത്യമായിക്കൊണ്ട് ആരാണോ വുളു എടുത്ത്, പിന്നെ സുമ്മ സല്ലല്ലാ റക്അത്തൈൻ ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു, 2 റക്അത്ത് നിസ്കരിച്ചു, അല്ലേ? അങ്ങനെ വുളു എടുത്ത് 2 റക്അത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചാൽ മറ്റൊരു വർത്താനമില്ല, അല്ലേ? അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്ക് അവന്റെ മുൻകഴിഞ്ഞ മുഴുവൻ ചെറുപാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കണം എങ്കിൽ നിങ്ങളുടെ ആ പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഉമ്മ മറ്റ കുട്ടിയെ പോലെയാണ്. ഇനി വുളു എടുത്തുകൊണ്ട് ആരെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാലോ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ്. പക്ഷെ ആ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് കഴിഞ്ഞത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് എനിക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് റബ്ബ് പഠിപ്പിച്ചിരുന്നെന്ന് മനസ്സിലാക്കി അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, പ്രിയ സഹോദരന്മാരെ. മറ്റൊന്നെന്നുള്ളത്, ഇമാമിന്റെ ഒപ്പം നമ്മൾ ആമീൻ പറയുക എന്നുള്ള കാര്യം. 3ാമത്തെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചത്, ഇദാ അമ്മൽ ഇമാം, ഇമാം ആമീൻ ചൊല്ലുന്ന സന്ദർഭത്തിൽ, അല്ലേ, ഫഅമ്മിനു, പിറകിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ എന്ത് വേണം? ആമീൻ പറയണം. ഇമാമിനോടൊപ്പം ആമീൻ പറയണം. എന്തേ കാരണം? ഫഇന്നഹു മൻ വാഫഖ തഅമീനഹു തഅമീൻ അൽ മലായിക, ആ സന്ദർഭത്തിൽ മലക്കുകളും ആമീൻ ചൊല്ലും. ആരുടെ ആമീനാണ് മലക്കുകളുടെ ആമീനുമായിക്കൊണ്ട് യോജിച്ചു വരുന്നത്, അവരിൽ നിന്ന് വന്നു പോയിട്ടുള്ള മുഴുവൻ ചെറുദോഷങ്ങളും റബ്ബ് പുറത്തു തരും. ഇപ്പൊ പല പള്ളിയിലും പോയാൽ നമുക്ക് എന്താ കാണുന്നത്? ആമീൻ എന്ന് ഇമാം പറയുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ചില ആളുകൾ ആമീൻ പറയും. ചിലപ്പോ ഇമാമിന്റെ ആമീൻ കഴിഞ്ഞിട്ടായിരിക്കും പല ആളുകളും ആമീൻ തുടങ്ങുക തന്നെ. അല്ല, ഇമാം എപ്പോഴാണ് ആമീൻ പറയുന്നത്, അല്ലെ, ഉച്ചരിക്കുന്നത്, ആ സന്ദർഭത്തിൽ ഇമാമിനോടൊപ്പം നമ്മൾ എന്ത് വേണം? ആമീൻ ചൊല്ലിയാൽ അത് മലക്കളുടെ ആമീനുമായിക്കൊണ്ട് ഒരുമിച്ച് വന്നാൽ അവന്റെ ചെറുപാപങ്ങൾ പൊറുക്കുവാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കി, പ്രിയ സഹോദരന്മാരെ, നമ്മൾ അതൊക്കെ ചെയ്യുന്നു, അല്ലേ? മറ്റൊരു അവസരം എന്നുള്ളത്, 4ാമത്തെ അവസരം എന്നുള്ളത്, നമസ്കാരത്തിന് ശേഷം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചൊല്ലാനും പറയാനും ചോദിക്കാനൊക്കെ ഉണ്ട്.
അതൊക്കെ ചൊല്ലാറുണ്ട്, അതൊക്കെ പറയാറുണ്ടോ, ചോദിക്കാറുണ്ടോ എന്നോട് ചിന്തിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബ്ബഹ ലില്ലാഹ് ഫീ ദുബുരി കുല്ലി സ്വലാത്ത് സലാസൻ വസലാസീൻ വഹമിദല്ലാഹു സലാസൻ വസലാസീൻ വകബ്ബറല്ലാഹു സലാസൻ വസലാസീൻ. നിസ്കാരം കഴിഞ്ഞു അല്ലേ, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ, അങ്ങനെ 99ആയി. 100 തേക്കാൻ തമാമി മിഅ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ കൂടി ചൊല്ലി 100 തികച്ചാൽ അത് ചൊല്ലുന്ന ആളുകൾക്ക് എന്താ ഗുണം? ഗുഫിറ ലഹു ഖത്വായാഹു വഇൻ കാനത് മിസ്ല സബ്ദിൽ ബഹർ. കടലിലെ നുരയോളം നിങ്ങൾക്ക് ചെറുദോഷങ്ങൾ ഉണ്ടെങ്കിൽ ശരി, അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആർക്ക്? നിസ്കാരം കഴിഞ്ഞു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതൊക്കെ 33 പ്രാവശ്യം പറഞ്ഞ് 100 തേക്ക ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പറയുന്ന ആളുകൾക്കുള്ള അല്ലേ? അപ്പൊ എത്ര ആളുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്? ഇതൊക്കെ ചില എത്ര സമയമാണ്? 2 മിനിറ്റ് തികച്ചു വേണം നമുക്ക്, 2 മിനിറ്റ് തികച്ചു വേണം അല്ലേ? പലപ്പോഴും പല ആളുകൾക്ക് എന്താ, വലിയ ഹെഡ്ഫോൺ വെച്ച് യാത്രയിൽ മണിക്കൂറുകളോളം സംഗീതം ആസ്വദിക്കും. പക്ഷെ നമസ്കാരത്തിന് ഒരു വൈബ് കിട്ടാൻ, ആസ്വാദനം കിട്ടാൻ, അതിന്റെ ദിക്റുകളിൽ നിന്ന് ആസ്വാദനം കിട്ടാൻ നമുക്കൊക്കെ സാധിക്കുന്നുണ്ട്. റബ്ബേ ഇതൊന്ന് ചൊല്ലിയാൽ 2 മിനിറ്റ് തികച്ചു വേണം നമുക്ക് അല്ലേ? ഇത് ചൊല്ലാൻ 2 മിനിറ്റ് തികച്ചു വേണം നമുക്ക്, വേണ്ട. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ ഇരിക്കുന്നില്ല. നമ്മുടെ തിരക്കുകൾ എന്തിനൊക്കെ നമ്മളെ ഉയർത്തുന്നു ഇരിപ്പിടങ്ങളിൽ നിന്ന്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, എനിക്ക് ഉണർത്താൻ, വീണ്ടും വീണ്ടും ഉണർത്താൻ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നല്ല, പക്ഷെ പ്രാവർത്തികമാക്കുന്നതിലാണ് ഞാനും നിങ്ങളും പരാജയപ്പെടുന്നത്. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ നിങ്ങൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സാധിക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ വിശ്വാസി എന്ന നിലക്ക്, അതല്ല പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ഇരിക്കും. പ്രിയ സഹോദരന്മാരെ, മറ്റൊരു സന്ദർഭം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, നിങ്ങൾ ആരെങ്കിലും സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് പറയുന്നു എത്ര പ്രാവശ്യം? ഫി യൗമിൻ മിഅത മറ, ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്ത് ഗുണമാണ്? ഖുത്തത് ഖതായാഹു വലൗ കാനത് മിസ്ല സബ്ദിൽ ബഹർ, അവന്റെ ചെറുദോഷങ്ങളൊക്കെ കടലിലെ നുരയോളം ചെയ്ത തെറ്റുകൾ എങ്കിലും ശരി, അവന്റെ ചെറുപാപങ്ങളൊക്കെ റബ്ബ് പുറത്തു. എന്തേ പറഞ്ഞാൽ മതി? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. ഇതിന് വല്ല പൈസയുടെ മുടക്കുണ്ടോ പ്രിയ സഹോദരന്മാരെ? എത്ര തിരക്കിലാണെങ്കിലും നമ്മുടെ ഉമ്മമാർക്കാണെങ്കിലും സഹോദരിമാർക്കാണെങ്കിലും അവരുടെ വീട്ടു ജോലിക്കിടയിൽ പോയി എന്ത് പറ്റും? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി ചൊല്ലാൻ പറ്റില്ല നമുക്ക്? എന്തെങ്കിലും പ്രയാസം പ്രിയ സഹോദരന്മാർ? ഇല്ല. അപ്പൊ നമ്മൾ ഇതിന്റെ കൂലി മനസ്സിലാക്കി, ഇതാ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകും, തെറ്റുകളുണ്ടാകും. ഒക്കെ അത് പൊറുക്കുവാൻ ഒരു അവസരം കിട്ടിയിട്ട് ആ അവസരം ഉപയോഗപ്പെടുത്തുന്നുള്ള ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിൽ എപ്പോഴും തേട്ടി വരേണ്ടതുണ്ട് പ്രിയ സഹോദരന്മാരെ. മറ്റൊരു സന്ദർഭം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആരെങ്കിലും ഇത് ചൊല്ലിയാൽ എന്താണ് ചൊല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ ഇല്ലാ ഖുഫിറത് അൻഹു ഖതായാഹു വലൗ കാനത് മിസ്ല സബ്ദിൽ ബഹർ. വീണ്ടും പറയുകയാണ്, കടലിലെ നുരയോളം ചെയ്തു തെറ്റുകൾ ചെയ്തു മനുഷ്യരെ, അതൊക്കെ റബ്ബ് പൊറുക്കാൻ തയ്യാറാണ്. നിങ്ങൾ നിങ്ങളുടെ നാവുകൾ ദിക്റുകളെ കൊണ്ട് നനച്ചാൽ മതി. അതിന് കുറച്ച് സമയം, മിനിറ്റുകൾ മണിക്കൂറുകൾ വേണ്ട, ലക്ഷങ്ങൾക്ക് ഉണക്കേണ്ട. അല്പം കുറച്ച് വാചകങ്ങൾ ദിക്റുകൾ നിങ്ങൾ റബ്ബിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ സ്മരിച്ചാൽ മതി, നിങ്ങളെ പാപങ്ങളൊക്കെ റബ്ബ് പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു സന്ദർഭം എന്നുള്ളത്, നമ്മളൊക്കെ ദിവസവും വസ്ത്രം മാറുന്നു, ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ അത്ര കണ്ടെത്തില്ല,
അതിന്റെ ഗൗരവം അല്ലെങ്കിൽ ആ ഒരു പുണ്യത്തെ തിരിച്ചറിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അകല തുആം, ആരാണോ ഭക്ഷണം ഭക്ഷിക്കുന്നത്, അതിനുശേഷം സുമ്മ ഖാൽ, അവൻ പറയുകയാണ് അൽഹംദുലില്ലാഹി ലദി അത്അമനി ഹാദ തുആം വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആരെങ്കിലും അൽഹംദുലില്ലാഹി ലദി അത്അമനി ഹാദ തുആം വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, ഇതാരെങ്കിലും പറഞ്ഞു. അതുപോലെ തന്നെ വസ്ത്രം മാറിക്കഴിഞ്ഞാൽ മൻ ലബിസ സൗബൻ, ആരെങ്കിലും വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി ലദി കസാനി ഹാദ സൗബ് വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ എല്ലാ ചെറുപാപങ്ങളും റബ്ബ് പുറത്തു കൊടുക്കും. എന്ത് പറഞ്ഞാൽ മതി? ഭക്ഷണം കഴിക്കുമ്പോ അതിനുശേഷം ഈ ഒരു പ്രാർത്ഥന പറഞ്ഞാൽ മതി, അല്ലേ? നമ്മൾ പലപ്പോഴും ആ സന്ദർഭത്തിൽ പോലും എന്താ, നമ്മുടെ മൊബൈലിലാണ്. ഉപ്പാക്ക് ആവശ്യങ്ങൾ കാണും, മകന് ആവശ്യങ്ങൾ കാണും, അല്ലേ? അതല്ലെങ്കിൽ ഒരു ഇസ്ലാമിക മാനേഴ്സ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നതൊക്കെയാണ് മര്യാദ, അല്ലേ? അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് ഓർമ്മപ്പെടുത്താൻ നമ്മൾ ആ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. പലപ്പോഴും എന്താ ചെയ്യുന്നത്? പല ആളുകളും ഇടത് കൈ കൊണ്ട് കുടിക്കും. അങ്ങനെ ആരെങ്കിലും നമ്മുടെ മക്കൾ ആരെങ്കിലും ഇരിക്കുന്ന മോനെ, അത് പാടില്ല, അത് പിശാചാണ് ഇടത് കൈ കൊണ്ട് കുടിക്കുക എന്നുള്ളത് തിരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളെന്താ പാശ്ചാത്യരുടെ ആ സംസ്കാരം എടുക്കുന്നത്. 4 ആളുകൾ കൂടുന്നിടത്ത്, അല്ലെ, ഭക്ഷണത്തിന്റെ ആ അംശം അത് അങ്ങനെ അങ്ങോട്ട് പിടിച്ചേക്കാം, അതൊരു മോശം. ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല, അതാണ് ടേബിൾ മാനേഴ്സ്. എന്നാൽ ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത കാര്യമാണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ബിസ്മി ചൊല്ലാൻ പറഞ്ഞാൽ, അല്ലേ, അത് ഓർമ്മപ്പെടുത്താൻ നമ്മൾ സാധിക്കാറുണ്ട്. ആ ഭക്ഷണത്തിന് ശേഷം ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ, അല്ലേ, നിനക്ക് നിന്റെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ ചെറുപാപങ്ങളും ഓർക്കുവാനുള്ള അവസരമാണെന്ന് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ മുതൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലബിസ സൗബൻ, അവൻ ആരെങ്കിലും വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ പറയുന്നു അൽഹംദുലില്ലാഹി ലദി കസാനി ഹാദ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഇതാരെങ്കിലും വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ വരാനിരിക്കുന്ന മുഴുവൻ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കും. ഇത് രണ്ടും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? എല്ലാ ദിവസവും, അല്ലേ, ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും നമ്മൾ കഴിക്കും. വസ്ത്രം മാറാറുണ്ട്, ധരിക്കാറുണ്ട്. പക്ഷെ ആ അവസരമൊക്കെ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറിയ തിന്മകൾ പുറക്കുവാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അറിവുകൾ പകരുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, പരലോകത്ത് ഉപകാരപ്പെടുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, തിന്മകൾ, അതെല്ലാവരും പുറത്തു തരുവാൻ വ്യത്യസ്തങ്ങളായ നന്മകൾ, സന്ദർഭങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. ഇതാർക്കും ചെയ്യാൻ പ്രയാസമില്ലാത്ത, പ്രത്യേകിച്ച് മുതൽ മുടക്കൊന്നുമില്ലാത്ത, എന്നാൽ പരലോകത്ത് വമ്പിച്ച ലാഭം ലഭിക്കുന്ന
പ്രതിഫലം ലഭിക്കുന്ന, പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ഒരു കർമ്മമാണ്, സന്ദർഭങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ച് ചില സൂചനകൾ മാത്രമാണ് നമ്മൾ നൽകിയത്. അദ്ദേഹത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സാബിഖു ഇലാ മഗ്ഫിറ, സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന, റബ്ബിങ്കിൽ നിന്നുള്ള സ്വർഗത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി വിശ്വാസികളെ നിങ്ങൾ പരസ്പരം മത്സരിക്കുക. അപ്പൊ നമ്മൾ വിശ്വാസികൾ എന്തിനു വേണ്ടി മത്സരിക്കേണ്ടത്? പാപങ്ങൾ പൊറുക്കുവാൻ, സ്വർഗത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി നമ്മൾ മത്സരിക്കുവാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതിന് നമുക്കൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ചില സന്ദർഭങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വസ്ത്രം ധരിക്കുമ്പോൾ, പൂവിന് ശേഷം 2 റക്അത്ത് സുന്നത്ത്, പള്ളിയിലേക്ക് വരുമ്പോൾ എടുത്ത് ജമാഅത്തായി പള്ളിയിലേക്ക് വരാം, അല്ലേ? ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങൾ മാത്രമാണ്. ഇതൊന്നും അപരിചിതമല്ല നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് പരലോകത്ത് അതിന്റെ ഗുണം കിട്ടും. ഉപയോഗപ്പെടുത്തിയില്ലേ, ബിസിനസ്സാണ്, തിരക്കാണ്, കച്ചവടമുണ്ട്, അല്ലേ, ക്ലാസ് ഉണ്ട്, ട്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റാൽ, ഇതിന് പ്രാധാന്യം കൊടുത്തായിരുന്നാൽ എന്തുണ്ടാകും? വലിയ വലിയ തിന്മകളായി, അല്ലേ, ഒരൊറ്റ കുത്ത് വലിയൊരു കറുപ്പായി മാറുന്ന രൂപത്തിൽ ഈ ചെറിയ തിന്മകൾ വലിയ വലിയ തിന്മകളിലേക്ക് പ്രിയ സഹോദരന്മാരെ നമ്മൾ എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ബലാഉ ബിൽ മുഅ്മിനി അവിൽ മുഅ്മിന ഫീ ജസദിഹി വഫീ മാലിഹി വഫീ വലദിഹി. മുഅ്മിന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവന്റെ സമ്പത്തിൽ, അവന്റെ ശരീരത്തിൽ, അവന്റെ മക്കളിൽ നിരന്തരം പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും. ആ സന്ദർഭത്തിൽ എന്ത് വേണം? അവൻ ക്ഷമിച്ചാൽ അവന്റെ പാപങ്ങളൊക്കെ റബ്ബ് പുറത്തു കൊടുക്കും. റബ്ബ് നൽകിയ വിധിയാണ്. അക്ഷമരാകരുത്, അനാവശ്യങ്ങൾ സംസാരിക്കരുത്, റബ്ബിനെ കുറ്റപ്പെടുത്തരുത്. ആ രൂപത്തിൽ ഒരു തിരിച്ചറിവ് നമുക്ക് വന്നാൽ എന്തുണ്ടാകും? ആ ഒരു സമീപനം കൊണ്ട്, ക്ഷമ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നല്ലാഹ അസ്സ വജൽ യഖൂൽ ഇന്നി ഇദാ തറൈതു അബ്ദൻ മിൻ ഇബാദി മുഅ്മിന, മുഅ്മിനായ ഒരു അടിമയെ ഞാനിതാ അവനെ പരീക്ഷിക്കുകയാണെങ്കിൽ ഫഹമിദനി അലാ മാ ഇബ്തലൈതു, ഏതൊരു വിഷയത്തിലാണോ അവനെ ഞാൻ പരീക്ഷിച്ചത്, സമ്പത്ത് കൊണ്ടാകാം, മക്കളെ കൊണ്ടാകാം, മരണം കൊണ്ടാകാം, ബിസിനസ് തകർന്നുകൊണ്ടായിരിക്കാം, പലതും വരാം. ഏത് വിഷയത്തിലാണോ അവനെ ആ പരീക്ഷണം ബാധിച്ചത്, ഫഹമിദനി, ആ സന്ദർഭത്തിൽ എന്നെ ഹംദ് പറയുന്നു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ, ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ, ആ രൂപത്തിൽ റബ്ബ് നൽകിയ വിധിയാണെന്ന് തിരിച്ചറിവോടുകൂടി ക്ഷമ ആരാണോ അവലംബിക്കുന്നത്, ഫഇന്നഹു യഖൂമു മിൻ മദ്ജഇ ദാലിക യൗമു കയൗമി വലദതു ഉമ്മഹു ഖത്തായ, അവന് ആ ഓരോ ദിവസം എഴുന്നേൽക്കാൻ ബ്രഹ്മവറ്റ കുട്ടിയെ പോലെ തെറ്റുകളിൽ നിന്നൊക്കെ ക്ലിയർ ആയി പൊളിപ്പിച്ച് വൃത്തിയായതുപോലെ അവനെന്താണ്? അവന്റെ പാപങ്ങളിൽ നിന്ന് അവൻ പാപമുക്തനായിക്കൊണ്ടാണ് അവൻ വരിക എന്ന് പറയുമ്പോൾ ആ ഒരു നിലപാടിലേക്ക് നമ്മൾ മാനസികമായി ഉയരേണ്ടതുണ്ട്. പല പരീക്ഷണങ്ങളും നമുക്ക് വരാം, അല്ലേ? ഏത് സന്ദർഭത്തിലും മരണം വരാം. റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനത്തെ വിശ്വാസികളെ നിങ്ങൾ തയ്യാറായിക്കൊള്ളുന്ന രൂപത്തിൽ നമ്മൾ ഏത് സന്ദർഭത്തിലും തയ്യാറാകും. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച ഫ്ലൈറ്റ് പോലെ തന്നെ, അല്ലേ, ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മരണപ്പെട്ടു. ഈ പിക്ചറിലൊന്നില്ലാത്ത PG സ്റ്റുഡൻസ് ആയ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. 2 മിനിറ്റ് വരെ അവർക്ക് അറിയില്ല, 1 മിനിറ്റ് വരെ അവർക്ക് അറിയില്ല. അടുത്ത നിമിഷം ഞാൻ മരണത്തിലേക്ക് പോവുകയാണ്. അറിഞ്ഞു അവര് ഇല്ല. ആലോചിച്ചത് അവർ വർഷങ്ങളായി പഠിച്ചുണ്ടാക്കി അവരുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉപകാരപ്പെട്ടവർക്ക് ഏത് സന്ദർഭത്തിലും മരണം എന്ന യാഥാർത്ഥ്യം നമ്മളിലേക്ക് വരും. ആ സന്ദർഭത്തിൽ നമുക്ക് സന്തോഷത്തോടുകൂടി പാപങ്ങളിൽ നിന്ന് മുക്തമായിക്കൊണ്ട് റബ്ബേ ഞാൻ റെഡിയാണെന്ന് പറയാൻ ഇത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് സാന്ദർഭികമായി ഉണർത്തിയത്. എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന
എല്ലാ തിന്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായി ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സാന്ദർഭികമായി ഉണർത്തുകയാണ്, എല്ലാ മാസവും നമ്മൾ പള്ളിയിലേക്ക് എന്ന നടത്തിപ്പിലേക്ക് ഒരു കളക്ഷൻ വെക്കാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഒരു മാസമാണ് ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനം. നമ്മളാൽ കഴിയുന്ന ഏറ്റവും നല്ല രൂപത്തിൽ എല്ലാവരും ചെയ്യാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എല്ലാ സദഖകളും എല്ലാ സൽക്കർമ്മവും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് അതിന്റെ കളക്ഷൻ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ ആ ഒരു കളക്ഷൻ പള്ളിയുടെ പരിപാലനത്തിലേക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് മീസാനിൽ കനം തോന്നുന്ന അമലുകളായി ഇത്തരം കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു മാറാക്കി തരുന്ന റഹ്മാനെ, നാളെ പരലോകത്ത് ഒരുമിച്ച് കൊണ്ടപ്പെടുമ്പോൾ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാൻ റഹ്മാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കാൻ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.